ഓക്കെ. സോ ഇവിടെ ഈ ഡോട്ടഡ് ലൈൻ ശ്രദ്ധിച്ചേ നിങ്ങൾ. ഡോട്ടഡ് ലൈൻ ഞാൻ പറഞ്ഞായിരുന്നു. ഡോട്ടഡ് ലൈൻ എന്തിനാ സൂചിപ്പിക്കുന്നത്? ഡോട്ടഡ് ലൈൻ സൂചിപ്പിക്കുന്നത് ഇൻവിസിബിൾ ആണ്. നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ നോക്കുന്ന സൈഡിന്റെ ബാക്കിൽ വരുന്ന എഡ്ജസ് ഏതൊക്കെയാണോ അതെല്ലാം എന്തായിരിക്കണം? അതെല്ലാം ഡോട്ടഡ് ആയിരിക്കണം. ഡോട്ടഡ്. ഓക്കെ. അപ്പൊ നിങ്ങൾ വരച്ചപ്പോൾ നിങ്ങൾ കണ്ടു കാണും. നിങ്ങൾ വരച്ചപ്പോൾ അത് നിങ്ങൾ ഡാർക്ക് ആയിട്ടാണ് വരച്ചേക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിത്യ ഇപ്പൊ അയച്ചേക്കുന്നത് ലാസ്റ്റിൽ അയച്ചേക്കുന്ന കണ്ടല്ലോ. നിത്യ ഇപ്പൊ അയച്ചേക്കുന്നതിൽ ദാ ഇവിടെ നിത്യ ഉണ്ടോ? ഹലോ നിത്യ. ഓക്കെ. സോ നിത്യ അയച്ചതില് ഇതിനകത്തിൽ ഇതാ ഇവിടെ ഈ ബാക്കിൽ വരുന്ന എഡ്ജാണ്. ഇതാ ഈ ബാക്കിൽ വരുന്ന എഡ്ജാണ്. ഇത് ആക്ച്വലി നിത്യ ഡാർക്ക് ലൈൻ ആയിട്ടാണ് വരച്ചേക്കുന്നത്. കണ്ടോ? ഡാർക്ക് ലൈൻ. അതേപോലെ ഇതും ഡാർക്ക് ലൈൻ. അത് രണ്ടും വിസിബിൾ ആണെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ അത് രണ്ടും വിസിബിൾ അല്ല, ഇൻവിസിബിൾ ആണ്. ഓക്കെ. അതുകൊണ്ട് അത് എങ്ങനെ വരയ്ക്കണം? ഡോട്ടഡ്. ഓക്കെ. അത് ചേഞ്ച് ചെയ്തേ, ഡോട്ടഡ് ആക്കിക്കേ. ആ എഡ്ജസ് ഡോട്ടഡ് ആക്കുക. ഡോട്ടഡ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്ത രണ്ട് പ്രോബ്ലംസ്, ഒന്നാമത്തെ പ്രോബ്ലം എന്തായിരുന്നു ഓർമ്മയുണ്ടായിരിക്കും നിങ്ങൾക്ക്. നമ്മൾ ഇന്ന് ചെയ്ത ഒന്നാമത്തെ പ്രോബ്ലം ഹെക്സഗണൽ പ്രിസം വിത്ത് സ്ക്വയർ ഹോൾ. അതായിരുന്നു നമ്മൾ ആദ്യം ചെയ്തത്, സ്ക്വയർ ഹോൾ. ഓക്കെ. രണ്ടാമത്തെ പ്രോബ്ലം ആണ് ഇത്. രണ്ടാമത്തെ പ്രോബ്ലം എന്തായിരുന്നു? ഫ്രസ്റ്റം ഓഫ് എ സ്ക്വയർ പിരമിഡ്. ഫ്രസ്റ്റം ഓഫ് സ്ക്വയർ പിരമിഡ്. ഓക്കെ. അപ്പൊ ഇത് രണ്ടും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ പറയാമല്ലോ. ദീപക് അടുത്ത ക്വസ്റ്റ്യൻ പറയാമല്ലോ? ഓക്കെ, ശരി. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഓക്കെ, ഇതെന്ന് പറഞ്ഞാല് ഇതൊരു സിലിണ്ടർ ആണ്. സിലിണ്ടറിന്റെ മുകളിൽ ആരിരിപ്പുണ്ട്? സ്ഫിയർ ഇരിപ്പുണ്ട്. സോ എ സ്ഫിയർ ഓവർ സിലിണ്ടർ. A sphere over cylinder. അപ്പൊ നമുക്കറിയാം ഈ സിലിണ്ടർ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിന്റെ ഡയമീറ്റർ വേണം. സിലിണ്ടർ വരയ്ക്കണമെങ്കിൽ നമുക്ക് അതിന്റെ ഡയമീറ്റർ വേണം. ഓക്കെ, വെയിറ്റ്. യെസ്, നമുക്ക് സിലിണ്ടർ വരയ്ക്കണമെങ്കിൽ ഡയമീറ്റർ വേണം. ഓൾസോ ഇതിന്റെ ഹൈറ്റ് വേണം. കണ്ടല്ലോ. അപ്പൊ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 35 ആണ്. കണ്ടോ? ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് 35 ആണ്. റെസ്റ്റിംഗ് ഓൺ ദ ഗ്രൗണ്ടിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. സ്ഫിയറിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 20 മില്ലിമീറ്റർ. റെസ്റ്റിംഗ് സെൻട്രലി ഓവർ ദി ടോപ്പ് ഫേസ് ഓഫ് ദ സിലിണ്ടർ. അതായത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? എ വെർട്ടിക്കൽ സിലിണ്ടർ ഓഫ് ബേസ് ഡയമീറ്റർ 40 ആൻഡ് ഹൈറ്റ് 35 റെസ്റ്റിംഗ് ഓൺ ദി ഗ്രൗണ്ട്. Sphere of diameter 20 mm resting centrally over the top face of the cylinder. Draw the isometric view of the combination. ഇതിന്റെ ഐസോമെട്രിക് വ്യൂ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കണം. സോ വാട്ട് ഈസ് ദ ടോപ്പ് വ്യൂ? മേളിൽ നോക്കുമ്പോൾ എന്താ കാണുന്നത്? മേളിൽ നോക്കുമ്പോൾ ഒരു സിലിണ്ടറിന്റെ സർക്കിൾ കാണാം. പിന്നെ ഒരു സ്ഫിയർ ആണ്, സ്ഫിയറിന്റെ സർക്കിൾ കാണാം. അപ്പൊ നമ്മൾ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ രണ്ട് സർക്കിൾ ആയിരിക്കും. കണ്ടോ? ടോപ്പ് വ്യൂ നമ്മൾ വരയ്ക്കുന്ന രണ്ട് സർക്കിൾ ആയിരിക്കും. സിലിണ്ടറിന്റെ ഒരു സർക്കിളും ദെൻ സ്ഫിയറിന്റെ ടോപ്പ് വ്യൂ വരച്ചു. പിന്നെ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ സിലിണ്ടർ നമുക്കൊരു റെക്ടാംഗിൾ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഈ സിലിണ്ടർ നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ റെക്ടാംഗിൾ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഈ റെക്ടാംഗിളിന്റെ മുകളിൽ ആരാണ്? ഒരു സ്ഫിയർ. അതൊരു സർക്കിൾ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഫ്രണ്ട് വ്യൂവിൽ. ഓക്കെ. അപ്പൊ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ എന്ത് വരയ്ക്കണം? ഡ്രോ എ റെക്ടാംഗിൾ. സിലിണ്ടറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. Then on the top of the rectangle draw a circle that represents the front view of the sphere. Okay. അപ്പൊ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരച്ചേ. എന്നിട്ട് ഓക്കെ പറഞ്ഞേ. ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. വരച്ചിട്ട് ഓക്കെ പറയാം.
Okay, so draw the XY line. Draw the XY line. Then first you draw the top view of the cylinder. Cylinder and the top view എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിന്റെ diameter അറിയാം. എത്രയാണ്? അതിന്റെ diameter 40. Then അതിന്റെ അകത്ത് അടുത്ത സ്ഫിയറിന്റെ അറിയാം 20 ആണ്. സ്ഫിയറിന്റെ എത്രയാണ്? സ്ഫിയറിന്റെ 20. Diameter 20. അപ്പോൾ diameter 20-ലും diameter 40-ലും എന്ത് ചെയ്യാം? Diameter 20-ലും diameter 40-ലും രണ്ട് സർക്കിൾ വരയ്ക്കും. Then അതിനുശേഷം നിങ്ങൾ എന്ത് വരയ്ക്കുക? പ്രൊജക്ട് ചെയ്തിട്ട് സിലിണ്ടറിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. Draw a rectangle. So the height of the rectangle is 35. Then അതിന്റെ മുകളില് സെന്റർ ലൈനില് റേഡിയസ്, അതായത് സ്ഫിയറിന്റെ റേഡിയസ് 10 എടുക്കുക. 10 എടുത്തിട്ട് ഈ പോയിന്റ് മറക്കുക. എന്നിട്ട് ഈ പോയിന്റ് സെന്റർ ആക്കിയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിളിന്റെ റേഡിയസ് 20. റേഡിയസ് 20 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡയമീറ്റർ എത്ര വരണം? ഡയമീറ്റർ 20 വരണം. ഡയമീറ്റർ ആണ് 20. സോ റേഡിയസ് 10. റേഡിയസ് അറിയാമല്ലോ നിങ്ങൾക്ക്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ബൈ 2. ഓക്കെ, അപ്പൊ റേഡിയസ് 10 എടുക്കുക. ഡ്രോ എ സർക്കിൾ. റെക്ടാംഗിളിന്റെ ഹൈറ്റ് 35 ആണ്. ഓക്കെ, ഇത്രയും വരച്ചിട്ട് ഓക്കെ പറഞ്ഞേ. Anybody? ഇതിലെ 783 എന്നുള്ളത് ആരാണ്? 7832020 നമ്പർ. റീനെയിം ചെയ്തേ. 7832020 റീനെയിം ചെയ്തേ. ഓക്കെ, അപ്പൊ നിങ്ങൾ അത്രയും വരയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ അറ്റൻഡൻസ് ഒന്ന് എടുക്കട്ടെ. ഓക്കെ, എത്ര വരച്ചു കഴിഞ്ഞോ? ആദിത്യ വിശ്വനാഥ് കഴിഞ്ഞോ?
ഇല്ല സാർ, വരയ്ക്കുക. ഓക്കെ. Okay, anybody? നിതിൻ തോമസ് വരച്ചു കഴിഞ്ഞോ? മിതുമോൾ വരയ്ക്കുക. വരച്ചു കഴിഞ്ഞോ? ഓക്കെ, ശരി. ദെൻ അപ്പൊ നമ്മള് ടോപ്പ് വ്യൂ വരച്ചു, ഫ്രണ്ട് വ്യൂ വരച്ചു. ഓക്കെ ഓക്കെ, സോ XY ലൈൻ വരച്ചു ആദ്യം. ദെൻ ഡ്രോ ദ ടോപ്പ് വ്യൂ, രണ്ട് സർക്കിൾ വരച്ചു. ദെൻ പ്രൊജക്ട് it and draw the front view. Then on the top of the rectangle there is a sphere. Okay, then next step is you have to draw the isometric view. Okay, appo isometric view varaykkanamengil aadiyathe step endana? First you have to draw the box varache. You have to draw the box and measure the length and breadth. So this is diameter ana, so this is 40 and this is 40. ഓക്കെ, അപ്പൊ ഈ സർക്കിളിന്റെ 4 പോയിന്റ്സ് സേ ഞാൻ ഇതിന് എ എന്ന് കൊടുക്കുക. സോ ദിസ് ഈസ് എ, ദിസ് ഈസ് ബി, ദിസ് ഈസ് സി ആൻഡ് ദിസ് ഈസ് ഡി. 4 പോയിന്റ്. ഓക്കെ, അപ്പൊ ആ 4 പോയിന്റ്സ് എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ ഈ ബോക്സിന് പേര് കൊടുത്തു 1 2 3 4. 1 2 3 4. അതിൽ 1 2 ഞാൻ ഇവിടെ എ മാർക്ക് ചെയ്തു. സോ ദിസ് ഈസ് എ. ദെൻ 2 3 ബി, ദെൻ 3 4 സി ആൻഡ് 4 1 ഡി ലൊക്കേറ്റ് ചെയ്തു. 4 പോയിന്റ് എ ബി സി ഡി. ഇത്രയും കഴിഞ്ഞെങ്കിൽ പറയാം, ഇത്രയും വരച്ചു കഴിഞ്ഞവർ പറയാം. വരച്ചു കഴിഞ്ഞോ? ബോക്സ് വരയ്ക്കണം. ബോക്സ് വരയ്ക്കാൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ബോക്സ് വരയ്ക്കുന്ന അറിയാലോ. 30 ഡിഗ്രിയിൽ ബോക്സ് വരയ്ക്കുന്ന ഇനിയും പറയേണ്ട കാര്യമില്ലല്ലോ. 30 ഡിഗ്രി എടുത്ത് ബോക്സ് വരയ്ക്കുക. ബോക്സിന്റെ ഹൈറ്റ് എത്രയാണ്? ബോക്സിന്റെ ഹൈറ്റ് 35. ഇപ്പൊ നിങ്ങൾക്ക് ബോക്സ് വരയ്ക്കാൻ അറിയാം. ബോക്സ് വരച്ചിട്ട് ബോക്സിനകത്തില് എ ബി സി ഡി എന്നുള്ള പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യുക താഴെ. ഇതേപോലെ മേളിൽ ലൊക്കേറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ആദ്യം താഴെ ലൊക്കേറ്റ് ചെയ്യുക. എ ബി സി ഡി എന്നുള്ള പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക ബോക്സിന്റെ ബേസിൽ. സംശയമുണ്ടോ ദീപക്കെ? ഇല്ല സർ. ഓക്കെ, ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.
വരച്ചു കഴിഞ്ഞവരെ ചാറ്റ് ബോക്സിൽ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇത്രയും വരച്ചിട്ട് ഈ ബോക്സ് വരച്ച് ഈ ABCD എന്നുള്ള പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യുക. അത്രയും ചെയ്തിട്ട് ചാറ്റ് ബോക്സ് ലോക്ക് ഇടുക. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യും. നിത്യ വരച്ചോ? വരയ്ക്കോ സർ? ഓക്കെ. ഓക്കെ, ഷാരോൺ. Yes, sir. വരച്ചു കഴിഞ്ഞോ? ഇത്ര ആയോ? സർ വരയ്ക്കോ സർ? ഓക്കെ. വരച്ചു കഴിഞ്ഞവര് പറയാ. യെസ്, ഒരാള് കംപ്ലീറ്റ് ആയി. പാർത്ഥിവ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി ഒന്ന് രണ്ട് പേരൂടെ പറയാം. Okay, anybody? Anybody? Swati complete ആയോ? Yes sir, complete ആയി. Okay, ശരി. So Deepak complete ആയി. Okay, ശരി. അപ്പം ഇനി
ഓക്കെ, ഇപ്പൊ നമുക്ക് 4 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്, ABCD. ഓക്കെ, ശ്രദ്ധിച്ചോണേ എല്ലാരും. ABCD എന്ന് പറഞ്ഞ 4 പോയിന്റ്സ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ, ഇതാ ഇവിടെ ദിസ് ഈസ് A, ദിസ് ഈസ് B, ദിസ് ഈസ് C, ദിസ് ഈസ് T. ഇത് ലൊക്കേറ്റ് ചെയ്ത് അറിയാമല്ലോ, ഇതിന്റെ പകുതി 40ന്റെ പകുതി എത്രയാണ്? 20 എടുത്തിട്ടാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തത്. ഇനി ഇത് ഇവിടെ നമ്മൾ ഈ 4 പോയിന്റ് കൂടെ ജോയിൻ ചെയ്യണം. ഈ 4 പോയിന്റും കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു സർക്കിൾ ആയിട്ടല്ല. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഒരു സർക്കിളിന്റെ ഐസോമെട്രി വരുമ്പോഴത്തേക്ക് അത് എന്തായിട്ട് മാറുമെന്ന് അറിയാം? അത് എലിപ്സ് ആയിട്ട് മാറും. ഒരു സർക്കിളിന്റെ ഐസോമെട്രി നമ്മൾ വരയ്ക്കുമ്പോൾ അത് കറക്റ്റ് സർക്കിൾ ആയിരിക്കത്തില്ല, അതൊരു എലിപ്സ് ആയിരിക്കും, എലിപ്സ്. അപ്പൊ ഈ ABCD എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതൊരു എലിപ്സ് ആണ്. ഈ ABCD എന്നുള്ളത് എന്താണ്? ഒരു എലിപ്സ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഈ എലിപ്സ് വരയ്ക്കുന്നത് നമ്മൾ ഒരു മെത്തേഡ് വെച്ചിട്ട്, ആ മെത്തേഡിനെ 4 സെന്റർ മെത്തേഡ് എന്നാണ് പറയുന്നത്. 4 സെന്റർ മെത്തേഡ്. എലിപ്സ് വരയ്ക്കുന്ന ഈ മെത്തേഡിന്റെ പേരെന്താണ്? 4 സെന്റർ മെത്തേഡ് ആണ്. എന്താണ് ഇതിന് പേര് വരാൻ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ 4 സെന്റർ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. നമ്മൾ എലിപ്സ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എലിപ്സ് വരച്ചിട്ടുള്ളവരാ. എലിപ്സ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അതിനൊരു മേജർ ആക്സിസ് ഉണ്ട്, മൈനർ ആക്സിസ് ഉണ്ട്, ഒരു സെന്റർ ഉണ്ട് അല്ലെ? എലിപ്സിന് ഒരു സെന്റർ ഉണ്ട്, O. പിന്നെ മേജർ ആക്സിസ് ഉണ്ട്, മൈനർ ആക്സിസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കേസിൽ എലിപ്സ് വരയ്ക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ 4 സെന്റർ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ നമ്മൾ 4 സെന്റർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോണം എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത്. സോ ഫസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ ഈ ബോക്സിന്റെ ഈ പോയിന്റ് 1 എന്നുള്ള പോയിന്റ്, ഇവിടെ കോമ്പസ് കുത്തുക. ശ്രദ്ധിച്ചോണേ, ആദ്യത്തെ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോണം, സെന്റർ 1 ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ 1C ആണ്. 1 മുതൽ C വരെ റേഡിയസ് എടുക്കണം. അതായത് ഈ 1 തൊട്ട് ഈ ഓപ്പോസിറ്റ് പോയിന്റ് C ഇതുവരെ റേഡിയസ് എടുത്തിട്ട് 1 സെന്റർ ആക്കിയിട്ട് ഈ C ഒരു ആർക്ക് വരയ്ക്കുക. ഈ ആർക്ക് എവിടെ വരെയാണെന്നറിയാം? B വരെ. ഇവിടെ വരെ വരയ്ക്കാവുള്ളൂ, അതിനങ്ങോട്ട് വരയ്ക്കരുത്. C മുതൽ B വരെ വരയ്ക്കാവുള്ളൂ. വരച്ചേ. 1 സെന്റർ, ആദ്യത്തെ സെന്റർ ആണ്. 1 സെന്റർ, റേഡിയസ് 1C, ഡ്രോ ആൻ ആർക്ക് CB എന്നൊരു ആർക്ക് വരയ്ക്കുക. സിമിലർലി അടുത്ത സെന്റർ എന്ന് പറഞ്ഞാൽ 1ന്റെ ഓപ്പോസിറ്റിലെ ഈ ബോക്സിന്റെ പോയിന്റ് അതേതാണ്? 3 ആണ്. 3. ഓക്കെ, സോ അടുത്ത സെന്റർ 3 എടുക്കുക. അടുത്ത സെന്റർ 3 എടുത്തിട്ട് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3D. റേഡിയസ് 3D. ഓക്കെ, ശ്രദ്ധിച്ചോളാം. സോ 3 സെന്റർ 3D, 3 മുതൽ D വരെ റേഡിയസ് എടുത്തിട്ട് DA എന്നുള്ള ആർക്ക് വരയ്ക്കുക. D മുതൽ A വരെ. കണ്ടോ, ഇവിടെ വരെ വരയ്ക്കാവുള്ളൂ, അതിനപ്പുറം വരയ്ക്കരുത്. D തൊട്ട് A വരെ വരയ്ക്കുക. D തൊട്ട് A വരെ. D തൊട്ട് A വരെ വരയ്ക്കുക. അപ്പൊ എലിപ്സിന്റെ രണ്ട് ഭാഗമായി, 2 സെന്റർ വെച്ച്, അതായത് 1 എന്നൊരു സെന്റർ വെച്ചിട്ട് റേഡിയസ് 1C എടുത്തു, ഒരു ആർക്ക് വരച്ചു. BC എന്നൊരു ആർക്ക് വരച്ചു. അടുത്ത സെന്റർ 3 എന്നുള്ള സെന്റർ എടുത്തു. ടേക്ക് സെന്റർ 3 ആൻഡ് വിത്ത് റേഡിയസ് 3D ഡ്രോ ആൻ ആർക്ക് AD എന്നുള്ള ആർക്ക് വരച്ചു. ക്ലിയർ ആണോ ദീപക് ഞാൻ പറഞ്ഞ്? ഓക്കെ, ഇത്ര വരച്ചോ? ഈ എലിപ്സിന്റെ എത്ര വരച്ചോ? ഇല്ല സാർ, വരയ്ക്കോ. ഓക്കെ, ഇത്രയും വരച്ചു കഴിഞ്ഞിട്ട് മെസ്സേജ് ഇടുക, വാട്സാപ്പിൽ മെസ്സേജ് ഇടുക.
ഹലോ ദീപക്കെ, സാർ നിർത്തണോ? ബോറടിക്കുന്നോ? ഇല്ല സാർ, ഏ ഇല്ല കുഴപ്പമില്ലല്ലോ. ഇല്ല സാർ. ഓക്കെ, എന്നാ ഈ പ്രോബ്ലം കൂടെ എടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഈ പ്രോബ്ലം കൂടെ എടുത്തിട്ട് ഓക്കെ സാർ. ഈ പ്രോബ്ലം കൂടെ എടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ സാർ. സാറേ, ഹലോ. സാറേ ആർക്ക് വരയ്ക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞുതരാമോ? പറയാം. സാർ കൊണ്ടില്ലേ? ഉണ്ട് സാർ, ഉണ്ട്. ഓക്കെ സാറായിട്ട് ഓർമ്മ. ഹലോ, ആരായിരുന്നു ചോദിച്ചാരായിരുന്നു? ആദിത്യ. ഓക്കെ, ശരി. ആർക്ക് വരയ്ക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ 4 സെന്റർ മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. 4 സെന്റർ മെത്തേഡ് എലിപ്സ്. അപ്പൊ അത് ഓർക്കേണ്ട കാര്യം, എപ്പോഴും നമ്മൾ ഐസോമെട്രി, സർക്കിളിന്റെ ഐസോമെട്രി വരയ്ക്കുമ്പോൾ 4 സെന്റർ മെത്തേഡ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത് ഓർത്താണ്. 4 സെന്റർ. അപ്പൊ 4 സെന്റർ ഉണ്ടെന്ന് ഓർത്തോണം. 4 സെന്റർ. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യത്തെ സെന്റർ ഈ ബോക്സിന്റെ ഈ പോയിന്റ് ആണ്. കണ്ടോ, ഈ പോയിന്റ്. ഇവിടെ മുതൽ ഈ പോയിന്റ് വരെ റേഡിയസ് എടുക്കുക. ഇതാണ് സെന്റർ. ഈ പോയിന്റ് ആണ് സെന്റർ. ദെൻ ഇത്രയും ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. അപ്പൊ ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ ഇത്രയും റേഡിയസ് എടുത്തിട്ട് ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കുക. അതുകൊണ്ട് ഇവിടം വരെ. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കിളിന്റെ 4 പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി, ദിസ് ഈസ് സി, ദിസ് ഈസ് ഡി. അതായത് ഈ പോയിന്റ് കുത്തിയിട്ട് സി മുതൽ ബി വരെ ആർക്ക് വരയ്ക്കുക. മനസ്സിലായോ ആദിത്യ? സാർ മനസ്സിലായി. ആദ്യം അത് വരയ്ക്കുക. ഇത് വരച്ചിട്ട് എന്നോട് വരച്ചു എന്ന് പറ. അപ്പൊ ഞാൻ ബാക്കി പറയാം. ഓക്കെ. സാർ വരച്ചോ? വരച്ചു. ഓക്കെ, ഇനി അടുത്തത് ഈ ബോക്സിന്റെ 1 എന്നുള്ള പോയിന്റ് ആയത്. ഇത് 1, ഇത് 2, ഇതിന്റെ ഓപ്പോസിറ്റ് 3 ഉണ്ട്, ഇത് 4 ഉണ്ട്. അപ്പൊ ഇനി അടുത്തത് ഈ 3 ആണ് സെന്റർ. അടുത്ത പോയിന്റ് 3 ആണ്. ഈ 3 കോമ്പസ് കുത്തുക. 3 മുതൽ ഡി വരെ റേഡിയസ്. 3 മുതൽ ഡി വരെ റേഡിയസ് എടുത്തിട്ട് ഈ ഡി മുതൽ എ വരെ ആർക്ക് വരയ്ക്കുക. എ വരെ. ഡി മുതൽ എ വരെ. ഇവിടെ വരെ വരയ്ക്കാവുള്ളൂ. മനസ്സിലായോ ആദിത്യ? ഓക്കെ, അതും വരച്ചോ? വരച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ 3യും ഡിയുടെ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. വരച്ചേ. 3യും ഡിയുടെ ജോയിൻ ചെയ്യുക. അതേപോലെ ഈ 1ഉം സിയുടെ ജോയിൻ ചെയ്യുക. 1ഉം സിയും കൂടെ. അപ്പൊ ഇത് രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്തൊരു പോയിന്റ് കിട്ടും. അതാണ് മൂന്നാമത്തെ സെന്റർ. ഇപ്പൊ നമ്മൾ 2 സെന്റർ ഉപയോഗിച്ചു. അതാണ് മൂന്നാമത്തെ സെന്റർ. മൂന്നാമത്തെ സെന്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏതാണ്? ഇതാണ് മൂന്നാമത്തെ സെന്റർ. ഇത് സെന്റർ ആക്കിയിട്ട് ഇവിടെ മുതൽ ഈ സി വരെ റേഡിയസ് എടുത്ത് ഈ സി ഡി എന്നുള്ള ആർക്ക് കംപ്ലീറ്റ് ചെയ്യുക. സി മുതൽ ഡി വരെ, ഇവിടം വരെ. മനസ്സിലായോ ആദിത്യ? മനസ്സിലായി. ഓക്കെ, ഇതേപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും 1ഉം ബിയുടെ ജോയിൻ ചെയ്യുക. ജോയിൻ 1 ആൻഡ് ബി. ദെൻ ജോയിൻ 3 ആൻഡ് എ. 3യും എയുടെ ജോയിൻ ചെയ്യുക. അപ്പൊ അതിന്റെ ഒരു ഇന്റർസെക്ടിങ് പോയിന്റ് കിട്ടും. ഈ പോയിന്റ് സെന്റർ ആക്കിയിട്ട് എ ബി എന്നുള്ള ആർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ തൊട്ട് ബി വരെ റേഡിയസ് എടുക്കുക. എ ബി എന്നുള്ള ആർക്ക് കംപ്ലീറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഒരു എലിപ്സ് കിട്ടി. എലിപ്സ്. ഓക്കെ, 4 സെന്റർ, 4 സെന്റർ ഉപയോഗിച്ചാണ് നിങ്ങൾ എലിപ്സ് വരച്ചത്. 4 സെന്റർ മെത്തേഡ്. 4 സെന്റർ മെത്തേഡ്. കിട്ടിയോ? എലിപ്സ് കിട്ടിയോ ആദിത്യ? കിട്ടി സാർ. കിട്ടി.
ദീപക് വേറെ ആർക്കെങ്കിലും കിട്ടിയോ? ദീപക് കിട്ടി സാർ. കിട്ടി. ഓക്കെ, ശരി. ഇനി അപ്പം നമുക്ക് താഴെ എലിപ്സ് കിട്ടി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ മുകളിലും നമുക്ക് പോയിന്റ്സ് ഉണ്ട്. ഇതാ മുകളിൽ എലിപ്സ് വരച്ച്. ഇത് എ എന്ന് ഞാൻ കൊടുത്തു, ഇത് ബി, ഇത് സി, ഇത് ഡി. വരയ്ക്കാമോ ഇതേപോലെ എലിപ്സ്? ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എലിപ്സ്. ആദ്യം ഈ പോയിന്റ് എടുക്കുക. ഈ പോയിന്റ് എടുത്തിട്ട് സി ബി എന്നൊരു ആർക്ക് വരയ്ക്കുക. ആദ്യം സി ബി എന്നൊരു ആർക്ക് വരയ്ക്കുക. പിന്നെ ഈ അതിന് നേരെ ഓപ്പോസിറ്റ് സെന്റർ ആക്കിയിട്ട് ഡി എ എന്നൊരു ആർക്ക് വരയ്ക്കുക. ഡി എ എന്നൊരു ആർക്ക് വരയ്ക്കുക. പിന്നെ ഈ പോയിന്റ് സെന്റർ, ഇന്റർസെക്ടിങ് പോയിന്റ് സെന്റർ ആക്കിയിട്ട് ഈ ആർക്ക് വരയ്ക്കുക. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ഈ പോയിന്റ് സെന്റർ ആക്കിയിട്ട് ഈ ആർക്ക് വരയ്ക്കുക. വരയ്ക്കാമോ ആദിത്യ? വരയ്ക്കാമോ ഇത് മേളത്തെ എലിപ്സ്? ആ സാർ വരയ്ക്കാം. ഓക്കെ, ദീപക് മനസ്സിലായോ ഞാൻ പറഞ്ഞ മേളത്തേത്? യെസ് സാർ, മനസ്സിലായി. ഓക്കെ, റൂബൻ പിടികിട്ടിയോ ഇത്? യെസ് സാർ, മനസ്സിലായി. ഓക്കെ, പാർത്ഥിവ് പിടികിട്ടിയോ ഇത്? യെസ് സാർ, മനസ്സിലായി. ഓക്കെ. അപ്പൊ നമുക്ക് മേളിലും താഴെ രണ്ട് എലിപ്സ് വരച്ചേ. അതായത് മേളിൽ നിങ്ങൾ ഒരു എലിപ്സ് വരച്ചു, അതേപോലെ നിങ്ങൾ ഇവിടെ താഴെയും ആ ബോക്സിന്റെ താഴെയും നിങ്ങൾ എലിപ്സ് വരച്ചു യൂസിങ് ഫോർ സെന്റർ മെത്തേഡ് വെച്ചിട്ട്. യൂസിങ് ഫോർ സെന്റർ മെത്തേഡ് രണ്ട് എലിപ്സ് വരച്ചു. ഇനി ആ രണ്ട് എലിപ്സ് വരച്ചു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യണം? സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, സോ യു ഹാവ് ടു ജോയിൻ. ഇതിന്റെ രണ്ട് എക്സ്ട്രീം എൻഡിലും കൂടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. ആ രണ്ട് എലിപ്സിനെ സ്കെയിൽ വെക്കുക. സ്കെയിൽ വെച്ചിട്ട് ഈ രണ്ട് എലിപ്സും കൂടെ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യും. സോ യു വിൽ ഗെറ്റ് ദ സിലിണ്ടർ കിട്ടി. ഇനി സ്ഫിയർ വരച്ചാൽ മതി. ഓക്കെ, സോ സിലിണ്ടർ കഴിഞ്ഞെങ്കിൽ ഓക്കെ എന്ന് പറയാമെങ്കിൽ ഞാൻ സ്ഫിയറിലോട്ട് പോവാം. ചാറ്റിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, ആർക്കെങ്കിലും സിലിണ്ടർ കിട്ടിയോ? എനിബഡി? ദീപക് കിട്ടിയോ? സിലിണ്ടർ കിട്ടിയോ? ഇല്ല സാർ, വരയ്ക്കും. ഓക്കെ, ആർക്കെങ്കിലും കിട്ടിയോ? ആദിത്യൻ കിട്ടിയോ? ഇല്ല സാർ, കിട്ടുന്നില്ല. ഏതാ എലിപ്സ് ആണോ? മണ്ടക്കലത്തെ. എലിപ്സിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഈ എലിപ്സ് വരയ്ക്കുമ്പം ഇവിടെ ഒരു എലിപ്സ്, ഇവിടെ ഒരു എലിപ്സ്, ഇവിടെ ഒരു എലിപ്സ്, ഇത് തമ്മിൽ ജോയിൻ ആവുന്നില്ല അല്ലേ? ജോയിൻ ആവുന്നുണ്ടോ ആദിത്യ? ഉണ്ടോ? ഇല്ല സാർ. ഇല്ല. അതെന്തുകൊണ്ടാ ജോയിൻ ആവാത്തെന്ന് പറയാമോ? ഡയമെൻഷൻ കറക്റ്റ്. അതായത് നിങ്ങൾ എടുത്തിരിക്കുന്നതിൽ എന്തോ മിസ്റ്റേക്സ്, എറർ ഉണ്ട്. അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട്, അതായത് ഇതിന്റെ പ്രോബ്ലം, അതായത് ഈ ഫോർ സെന്റർ മെത്തേഡ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നിങ്ങൾ വരയ്ക്കുന്നതിന്റെ
മിസ്റ്റേക്സ് എററോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ വരയ്ക്കുമ്പോൾ ഫോർ സെന്റർ കറക്റ്റ് ആയിട്ട് വരച്ചാൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഈ ഈ പോയിന്റ്സ് എല്ലാം വന്ന് ഓട്ടോമാറ്റിക്കലി ജോയിൻ ആവും. നമ്മൾ 4 സെന്റർ വെച്ച് വരച്ചാലും ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ജോയിൻ ആവും. അപ്പൊ നിങ്ങൾ വരച്ചു വരുമ്പോൾ ദേ ഇങ്ങനെ ഒരു എലിപ്സ് വരും. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരും, ഇവിടെ ഒരു ക്ലിയറൻസ് വരും. ഇങ്ങനെ കണ്ടോ, ഇവിടെ ഇങ്ങനെ, അതുപോലെ ഇവിടെ ക്ലിയറൻസ് വരും. ഇവിടെ അതൊരു മാനുവൽ എറർ ആണ്, അത് വലിയ സീരിയസ് ആയിട്ട് കൂട്ടണ്ട. അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് വരയ്ക്കാൻ പറ്റുമെങ്കിൽ വരച്ചു പൊക്കോ. ഫോർ സെന്റർ മെത്തേഡ് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർ സെന്ററിൽ കൂടെ തന്നെ വരയ്ക്കണം. ജോയിൻ ആകാത്ത ആ സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാൻ പറ്റുമെങ്കിൽ വരച്ചോ കേട്ടോ ആദിത്യ. ഓക്കെ. വേറെ ആർക്കെങ്കിലും അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടോ? എലിപ്സ് കിട്ടാത്തത് ഇഷ്യൂ ഉണ്ടോ? അലൻ വരച്ചോ? അലൻ ആൽവിൻ അലൻ വരച്ചോ? സിലിണ്ടർ കിട്ടിയോ? ആൽവിൻ, അനന്തു, ആരോമൽ, ആഷിഖ് ചെയ്യുക സാർ. അശ്വിൻ, ദീപക് യെസ് സാർ. കിട്ടിയോ? കിട്ടി സാർ. സിലിണ്ടർ കിട്ടിയോ? കറക്റ്റ് ആയിട്ട് ഒന്ന് ജോയിൻ ആയോ? ഇല്ല സാർ, ഇങ്ങനെ ചെറുതായിട്ട് കണക്ടിങ് ആയിട്ട്. ഓക്കെ. ഫോട്ടോ അയക്കാവോ? സാർ ഓക്കെ. ഗൂഗിൾ, കാർത്തിക്, മിഥുമോൾ കിട്ടിയോ? മിഥുമോൾ കിട്ടിയോ? എലിപ്സ് കിട്ടിയോ? എലിപ്സ് കറക്റ്റ് ആയിട്ട് കിട്ടിയോ? ഫോട്ടോ ഒന്ന് ഷെയർ ചെയ്യാമോ? ഓക്കെ. നിതിൻ, നിത്യ, എലിപ്സ് കറക്റ്റ് ആയിട്ട് ജോയിൻ ആയോ?